ശ്രീ അജിംഷ, യഥാർത്ഥത്തിൽ ഈ ഒരു സമരം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഉജ്ജ്വലമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുത്ത ഈ സംവിധാനം ഉൾപ്പെടെയുള്ള ആളുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അവർക്ക് വേണ്ടി തന്നെ, പ്രത്യേകിച്ച് അവരെ ക്രൂരമായി തെരുവിൽ തല്ലുമ്പോഴാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചും അതിനുശേഷം ഉണ്ടായ ലാത്തിച്ചാർജും ഒക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും രാജ്യത്ത് ഇത്തരം പ്രക്ഷോഭങ്ങൾ കർഷകന്മാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണ്? ആ സമരവുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിനകത്ത് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ വ്യക്തമായ സമരങ്ങളും പ്രതിഷേധവും നടന്നിട്ടുണ്ട്. NSUI നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇടപെട്ട് രാജസ്ഥാനിലെ കോട്ടത്ത് ഛാത്രോം കി ഗുഞ്ച് എന്ന് പറയുന്ന വലിയൊരു പരിപാടിക്ക് അവിടെ നേതൃത്വം കൊടുത്തു. ഡെറാഡൂണിൽ നേതൃത്വം കൊടുത്തു. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കോൺഗ്രസിൻ്റെതായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ആ സമരങ്ങളൊക്കെ തന്നെ അംഗീകരിക്കപ്പെടാനും അതിനനുസരിച്ച് ചെവി കേൾക്കാനും നിൽക്കുന്ന ഒരു ഭരണകൂടമല്ല രാജ്യത്തും ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല മൂവ്മെൻറ്റുകളും, ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ മൂവ്മെൻറ്റുകൾ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ, UDP ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അന്ന് വന്നിട്ടുള്ള വലിയ ഒരു മൂവ്മെൻറ്റ്, അണ്ണാ ഹസാരെ നടന്ന മൂവ്മെൻറ്റ്, ആ അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റിനകത്ത് പങ്കെടുത്തവരാരൊക്കെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ആത്മസമർപ്പണത്തിലൂടെ അവർ പഠിച്ച് എഴുതേണ്ട ഒരു പരീക്ഷയാണ്. അതിൻ്റെ സുതാര്യതയും വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ട് അത് ചോർന്ന് എന്ന് മാത്രമല്ല, അതിൻ്റെ പിറകിൽ നിൽക്കുന്നത് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള BJPയുടെ സംഘപരിവാര നേതാക്കന്മാരാണെന്നും പോലും കണ്ടെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനകത്ത് ബന്ധപ്പെട്ടുള്ള ഒരു മന്ത്രി, ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന അധർമ്മേന്ദ്ര പ്രധാനാണ്. കാരണം അയാളുടെ വകുപ്പിന് ശേഷം, അയാൾ മന്ത്രിയായതിനു ശേഷം ഈ രാജ്യത്ത് എല്ലാ തരത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റെ എല്ലാ അന്തസത്തക്കും നിരക്കാത്ത രൂപത്തിലുള്ള ഇന്നലകളിൽ ഈ രാജ്യം പിന്തുടർന്ന മതനിരപേക്ഷ വിദ്യാഭ്യാസ സംസ്കാരത്തെ തകർത്തുകൊണ്ട് തികച്ചും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ടകൾ കുത്തി നിറച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള, പ്രത്യേകിച്ച് ഒരിക്കലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുതിയ ശാസ്ത്രബോധത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു മന്ത്രി, ആ മന്ത്രി ഈ ഒരു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് മുമ്പ് തന്നെ CBSE ഉൾപ്പെടെയുള്ള പരീക്ഷ ഉൾപ്പെടെ ചോർന്ന സമയത്ത് ആരോപണ വിധേയനായ മന്ത്രി ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാജ്യത്ത് ഒരു പ്രതിഷേധം ഉണ്ടായി. നമ്മളിത് കാണേണ്ടത് എന്താണ്? ഇപ്പോൾ പല ലോകരാഷ്ട്രങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും ഇത്തരം ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് തകർന്ന തരിപ്പണമായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തും സ്വാഭാവികമായിട്ടും ആ രൂപത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി പറയുന്നതിനപ്പുറം അത്തരം സമരങ്ങൾ നടത്തുന്ന സമയത്തും പ്രതിഷേധങ്ങൾ നടത്തുന്ന സമയത്തും അതിനൊക്കെ തന്നെ മറ്റൊരു രൂപത്തിലേക്ക് വക്രീകരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ നടന്ന സമരത്തിനകത്തും ഞങ്ങൾ ആ വിദ്യാർത്ഥികളോടൊപ്പമാണ്. തീർച്ചയായും ആ വിദ്യാർത്ഥികൾ സമരത്തിൻ്റെ കൂടെ നിന്നു, അവർക്കെല്ലാം പിന്തുണയും കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും അത്തരം ഒരു സമരം ഈ രാജ്യത്ത് വരുമ്പോൾ BJP ഇന്നലകൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള, നിങ്ങൾ നേരത്തെ ഈ പറയുന്ന BJPയുടെ വക്താവ് പറഞ്ഞതുപോലെ തന്നെ ദേശദ്രോഹികൾ, ഇവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം അവർ ചാപ്പ കുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അവർ ദേശദ്രോഹികളും നക്സലൈറ്റുകളും അതോടൊപ്പം പാകിസ്ഥാൻവാദികളും ചൈനാചാരന്മാർ ജിഹാദികളും ഉൾപ്പെടെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇക്കാലമത്രയും നടന്ന പൗരത്വ സമരമായാലും കർഷക സമരമായാലും അതിനുശേഷം ഇങ്ങോട്ട് നടന്ന പല സമരങ്ങൾക്കെതിരായി ഇവർ ചാപ്പ കുത്തിയത്. പക്ഷേ ഈ ചാപ്പയും ഇതിനകത്ത് വളരെ നന്നായി നടത്താൻ നോക്കി. പക്ഷേ അവർക്ക് ഏശിയില്ല എന്ന് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ പോലും വലിയ രൂപത്തിലുള്ള യുവാക്കൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ആ സമരത്തിലേക്ക് എടുത്തു ചാടുകയാണ്. തീർച്ചയായിട്ടും അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പോലും പറ്റാതെ ഭരണകൂടത്തിൻ്റെ എല്ലാ മർദ്ദനമുറകളെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കാക്കിക്ക് ബദൽ കാവി അണിഞ്ഞ സംഘി ഗുണ്ടകൾ ഉൾപ്പെടെ ആ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് പോലും ഒരിഞ്ച് പിറകോട്ട് പോകാതെ നിന്നപ്പോഴാണ് നരേന്ദ്രമോദിക്കും BJPക്കും സംഘപരിവാറിനും മനസ്സിലായത് തങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചില നാടകങ്ങൾ പറഞ്ഞാൽ, ചില ഇത്തരത്തിലുള്ള ചാപ്പ കുത്തി കഴിഞ്ഞാൽ ഈ മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെയാണ് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഈ സമരത്തിൽ എന്തെങ്കിലും പാഠമുണ്ടോ? കാരണം നോക്കൂ, 140 വർഷം പഴക്കമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന, ഇതേ തെരുവിൽ സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു പാർട്ടി. ആ പാർട്ടിക്ക് ഈ സർക്കാരിനെതിരായ ജനരോഷത്തെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. വെറും 36 ദിവസം അല്ലെങ്കിൽ 2 മാസം കൊണ്ടുണ്ടാക്കിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് വിദ്യാർത്ഥികളെ മൊബൈലൈസ് ചെയ്യാൻ കഴിയുന്നു, സർക്കാരിനെ കൊണ്ടൊരു ഡിമാൻഡ് അംഗീകരിപ്പിക്കാൻ കഴിയുന്നു. നോക്കൂ, പ്രതിപക്ഷത്തെ നിഷ്പ്രഭമായി കളയല്ലേ ഇത് ചെയ്തത്.
അല്ല ശ്രീ അജിംസെ, നമുക്കറിയാം നമ്മൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ പല രാജ്യങ്ങളിലും ആ ഒരു മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു മൂവ്മെൻറ്റ് പല രാജ്യത്തും വന്നിട്ടുണ്ട്. ഇന്ത്യയിലും 12 വർഷക്കാലമായി നമ്മൾ നടത്തിയ സമരങ്ങളുണ്ട്. പ്രതിപക്ഷ നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന പല വിഷയങ്ങളും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട്. പക്ഷേ അത് ഈ ഭരണകൂടം അതിനെ അടിച്ചമർത്തുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ അതിനെയെല്ലാം തന്നെ വക്രീകരിക്കുകയും അതിനെയെല്ലാം തന്നെ മറക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമീപനം ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ ആളുകളും, ജനങ്ങളും വിദ്യാർത്ഥികളും എല്ലാം, ഇവിടെയുള്ള ആളുകളൊക്കെ ഈ സർക്കാരിനെതിരായി തിരിയേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അവരെ ഇത്ര കാലം പറഞ്ഞു പറ്റിച്ചു. കോൺഗ്രസ് പറഞ്ഞു, രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ നടന്നു പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെ പറഞ്ഞല്ലോ. മഹാത്മാഗാന്ധിക്ക് ശേഷം സ്വാതന്ത്ര്യ സമരകാലത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ മൂവ്മെന്റ് രാഹുൽ ഗാന്ധി നടത്തിയല്ലോ. പക്ഷേ അതിനെയൊക്കെ ഞാൻ പറഞ്ഞു വരട്ടെ ശ്രീ അജിംസെ, മതത്തിന്റെ പേരിൽ ഇതുവരെ കാണാത്ത ഒരു രാഷ്ട്രീയമാണ് മതം എന്ന രൂപത്തിലേക്ക് അതിന്റെ അച്ചുതണ്ടിലേക്ക് രാമനെ അവർ വിറ്റു. ഉജ്ജ്വലമായിട്ടാണ് പൊളിച്ചു കളഞ്ഞത് ഈ വിദ്യാർത്ഥികൾ. നോക്കൂ, നിങ്ങൾ അവരെ അവിടെ നിന്നൊന്ന് റീലൊന്നും കണ്ടില്ലേ? ഈ ഹിന്ദു മുസ്ലിം പറയുന്ന ഹെയ്റ്റ് പറയുന്ന BJP യെ, മോദി, അമിത്ഷായൊക്കെ പുല്ല് പോരാ അവർ പൊളിച്ചു കളഞ്ഞില്ലേ? നിങ്ങൾക്ക് സാധിക്കുന്നില്ല.